Hi friends. So today നമ്മൾ ഒരു ക്വിസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ക്വിസ് ആപ്ലിക്കേഷൻ ജാവാസ്ക്രിപ്റ്റിന്റെയും അതുപോലെ തന്നെ ബേസിക്കലായിട്ടുള്ള HTML ടാഗിന്റെ സഹായത്തോടു കൂടി ഒരു വെബ് ബേസ്ഡ് ക്വിസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ബേസ് ചെയ്യുന്ന കോഡുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോഡുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 3 ചോദ്യങ്ങളുള്ള ഒരു ക്വിസ് ആണ്. ആ 3 ചോദ്യങ്ങൾക്ക് 4 ഓപ്ഷൻസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു റേഡിയോ ബട്ടന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ 4 ഓപ്ഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓരോ ഓപ്ഷന് ശേഷം നമ്മൾ അത് സേവ് ചെയ്യാനുള്ള ഒരു ബട്ടൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫൈനൽ ആയിട്ട് നമുക്ക് എത്ര മാർക്കാണ് ക്വിസിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്കോർ ചെയ്ത് എന്നറിയാനായിട്ട് സ്കോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ടോട്ടൽ ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു സ്കോർ എന്ന് പറഞ്ഞ ഓപ്ഷനും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഏറ്റവും ബേസിക്കലായിട്ടുള്ള ഒരു ക്വിസിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ കോഡിങ്ങും അതുപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ടും നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ ക്യൂസ് ആപ്ലിക്കേഷൻ ആണ്. സോ അതിൻ്റെ കോഡിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ടാഗ് ആയിട്ട് HTML എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ യൂസ് ചെയ്തു. അതിനുശേഷം ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഞാൻ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗിനകത്ത് എൻ്റെ ഈ വെബ് പേജിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്യൂസ് അറ്റ് പഠിക്കാൻ വരൂ എന്നൊരു പേര് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ടാഗ് സ്ക്രിപ്റ്റ് ടാഗാണ്. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് 4 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്, ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള 4 ഫംഗ്ഷൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ പർട്ടിക്കുലർ വെബ് പേജിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്യൂസ് ആപ്ലിക്കേഷനകത്ത് ഞാൻ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആ 3 ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് ഓറിയൻറ്റഡ് ആണ്. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ അല്ലെങ്കിൽ ആ 3 ചോദ്യങ്ങളുടെ മാർക്കുകളെ കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 ഫംഗ്ഷനുകളാണ് ആൻസർ 1 എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ആൻസർ 2 എന്ന് പറയുന്ന സെക്കൻഡ് ഫംഗ്ഷൻ, ദെൻ ആൻസർ 3 എന്ന് പറയുന്ന തേർഡ് ഫംഗ്ഷൻസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ 3 ചോദ്യങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫംഗ്ഷൻ ടോട്ടൽ എന്ന് പറയുന്നൊരു കോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗിനെ ക്ലോസ് ചെയ്തു, ഹെഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോഡി എന്ന് പറയുന്നൊരു ടാഗിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോഡി എന്ന് പറയുന്നൊരു ടാഗിനകത്ത് ഞാൻ സെൻറ്റർ അലൈൻഡ് ആയിട്ട് H3 എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിനകത്ത് എൻ്റെ ക്യൂസിന് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പഠിക്കാൻ വരുമോ ക്യൂസ് പ്രോഗ്രാം. ആൻഡ് ദിസ് ഈസ് ഇറ്റ്. പഠിക്കാൻ വരുമോ ക്യൂസ് പ്രോഗ്രാം എന്നുള്ളത് H3 എന്ന് പറയുന്ന ഹെഡിങ് ടാഗിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു അലൈൻമെൻറ്റ് ടാഗ് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. കാരണം ഞാൻ ചോദിച്ചിരിക്കുന്ന വെബ് പേജിനകത്തുള്ള ചോദ്യങ്ങളെല്ലാം എൻ്റെ വെബ് പേജിൻ്റെ സെൻറ്റർ അലൈൻഡ് ആയിട്ട് വരണം. സോ സെൻറ്റർ എന്ന് പറയുന്ന ടാഗ് ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ അതിനകത്തായിട്ട് ഞാൻ ടേബിൾ എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യുന്നു. കാരണം എൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എൻ്റെ ഈ ക്യൂസ് ആപ്ലിക്കേഷന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അലൈൻമെൻറ്റ് വേണം. ഓരോ ചോദ്യങ്ങളും കറക്റ്റായിട്ടൊരു റോ കോളം ഫോമാറ്റിലായിരിക്കണം വരേണ്ടത്. അതൊക്കെ കൊണ്ട് ഞാൻ ടേബിൾ എന്ന് പറയുന്നൊരു ടാഗ് ഓപ്പൺ ചെയ്തു. ആ ടേബിളിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടേബിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഞാനിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. 450 പിക്സലാണ് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത്. ടേബിളിൻ്റെ ഫസ്റ്റ് റോ ഞാൻ ഓപ്പൺ ചെയ്യണം, ബിക്കോസ് ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ടേബിളിൻ്റെ ഫസ്റ്റ് റോ ഞാൻ ഓപ്പൺ ചെയ്തു TR എന്ന് പറഞ്ഞ ഒരു ടാഗിൻ്റെ ഹെൽപ്പോട് കൂടി. ദെൻ ആഫ്റ്റർ ദാറ്റ് TD എന്ന് പറഞ്ഞൊരു ടാഗിൽ ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ ടേബിൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ പോകണം. ആദ്യത്തെ ചോദ്യം ഞാനൊരു ഫോമിനകത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ 3 ചോദ്യങ്ങളും ഒരു ഫോമിനകത്തേക്കാണ് നമ്മളെപ്പോഴും പ്ലേസ് ചെയ്യുക. അപ്പോൾ ഒരു ഫോമിനകത്ത് ഫോമിൻ്റെ പേര് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോം നെയിം ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫോമിനകത്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് SMTP. SMTPയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യമുള്ളത്. അപ്പോൾ അതിന് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ 3 ഓപ്ഷൻസ് റേഡിയോ ബട്ടണിലാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയോ ബട്ടണിലാണ് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, വാല്യൂ ഈക്വൽ ടു 1, വാല്യൂ ഈക്വൽ ടു 2, വാല്യൂ ഈക്വൽ ടു 3. 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മുകളിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് ചെറിയ കോഡുകൾ യൂസ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്യും. യൂസർ സെലക്ട് ചെയ്ത വാല്യൂവും ശരി ഉത്തരമാണോ അല്ലെങ്കിൽ തെറ്റുത്തരമാണോ എന്നുള്ളൊരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കോഡാണ് വാല്യൂ എന്ന് പറഞ്ഞൊരു കോഡ്. സോ 3 ഓപ്ഷനുകൾക്ക് നമ്മൾ 3 വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3. ഇതിന് ഇമ്പോർട്ടൻസിൻ്റെ എവിടെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് നമ്മൾ ശരി ഉത്തരമാണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാല്യൂസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നെയിം. നെയിം ഈക്വൽ ടു 3 ഓപ്ഷനുകൾക്കും സെയിം നെയിമാണ് കൊടുത്തിരിക്കുന്നത്. 3 ഓപ്ഷൻസിനും എന്താ നെയിം കൊടുത്തിരിക്കുന്നത്? ക്യൂസ് എന്ന് പറഞ്ഞ പേര് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം എന്താ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ.
അല്ലേ? അല്ലാതെ നമ്മളൊരു ക്വിസ് പ്രോഗ്രാം മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ 3 ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. 3 ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ ഇത് ശരി ഉത്തരമാണോ തെറ്റുത്തരമാണോ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യും. അപ്പോൾ 3 ഓപ്ഷനിൽ നിന്ന് എപ്പോഴും നമുക്ക് ഒറ്റ ശരി ഉത്തരം മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 ഓപ്ഷനും നമ്മൾ സെയിം നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ 3 ഓപ്ഷനകത്ത് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ സെലക്റ്റഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ചെക്ക്ഡ് ആവുള്ളൂ. ദെൻ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ചെക്ക്ഡ് ആവുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമേ ചെക്ക്ഡ് ആവുള്ളൂ. സോ 3 ഓപ്ഷൻസിനും 3 റേഡിയോ ബട്ടൺസിനും നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വാല്യൂ ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ദെൻ അടുത്ത ഒരു വാല്യൂ ആണ് നെറ്റ്വർക്ക്, ആൻഡ് അടുത്തൊരു വാല്യൂ ആണ് ബ്രിഡ്ജ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു ബട്ടൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. ബട്ടൻ്റെ പുറത്തായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാചകം സേവ് എന്നായിരിക്കും. വാല്യൂ ഈക്വൽ ടു സേവ് ആൻഡ് ഓൺ ക്ലിക്ക്, ആ ഒരു ഇവൻറ്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു ആൻസർ 1. ആൻസർ 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു ഫംഗ്ഷൻ കോൾ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. സോ ഈ ഒരു ബട്ടൺ നമ്മളൊരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം SMTP എന്നായിരുന്നു. ആ SMTPക്ക് 3 റേഡിയോ ബട്ടൻ്റെ സഹായത്തോടു കൂടി 3 ഓപ്ഷൻസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഓപ്ഷനകത്തും ഓരോ വാല്യൂസ് ഉണ്ട്, വാല്യൂ 1, 2 ആൻഡ് 3. അതിനുശേഷം നിങ്ങൾക്ക് സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ജനറേറ്റ് ചെയ്യും, ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൺ ക്ലിക്ക് ഇവൻറ്റ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ആൻസർ 1 നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫംഗ്ഷൻ ആൻസർ 1. സോ അതിൻ്റെ ആ കോഡിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ലൂപ്പ് കാണാം. ഫോർ I = 0, I less than document.first.ques.length I++. അപ്പോൾ എന്താണ് ആ ഒരു ഫോർ ലൂപ്പിൻ്റെ പ്രസക്തി? നമ്മളിവിടെ 3 ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ യൂസർ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. 3 ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് 3 ഓപ്ഷനിലേക്കും ഐട്രേറ്റ് ചെയ്ത് കമ്പാരിസൺ നടത്തണം. കാരണം യൂസർ സെലക്ട് ചെയ്തപ്പോൾ 3ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 3ാമത്തെ ഓപ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐട്രേറ്റീവ് ലൂപ്പായിട്ടുള്ള ഫോർ ലൂപ്പിൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഓരോ ഓപ്ഷനിലേക്കും നമുക്ക് എങ്ങനെ എത്താനായിട്ട് സാധിക്കും? സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഐട്രേറ്റിംഗ് വാല്യൂ ആയിട്ടുള്ള I എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ ഫോർ ലൂപ്പ് സഹായിക്കും. ദെൻ I പോകേണ്ട മാക്സിമം ലിമിറ്റ് എത്രയാണ്? document.first.ques.length. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം? നമ്മളുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഫോമിൻ്റെ പേരാണ് ഫസ്റ്റ്. സോ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെബ് പേജ്, അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഫോമാണ്. അതിനകത്ത് ക്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിനകത്തുള്ള ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഫോമിനകത്തുള്ള ക്യൂസ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ റേഡിയോ ബട്ടണാണ് ക്യൂസ്, അല്ലേ? അപ്പോൾ ക്യൂസ്.വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത റേഡിയോ ബട്ടൻ്റെ വാല്യൂ, അതൊന്നില്ലെങ്കിൽ 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 3 ആവാം. ആ ഒരു വാല്യൂ നമുക്ക് ഈ ഫോർ ലൂപ്പിനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഫോർ ലൂപ്പിനകത്ത് നമ്മളൊരു ഇഫ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. ഇഫ് document.first.queue of I മീൻസ് ആ ഓരോ സബ്സ്ക്രിപ്റ്റ് 0, 1, 2. കാരണം ഇവിടെ നമുക്ക് മാക്സിമം ഏതുവരെ പോകാനായിട്ട് സാധിക്കും? 3 ഓപ്ഷൻസ് ആണ്. അപ്പോൾ 0, 1, 2 എന്ന് പറഞ്ഞ 3 ഓപ്ഷനുകളാണ് നമ്മൾ പോവുക. അപ്പോൾ document.first.queue of I.checked equal to true മീൻസ് എന്താ? നമ്മളവിടെ സെലക്ട് ചെയ്യുന്ന ആ ഒരു വാല്യൂ ചിലപ്പോൾ 1 ആയിരിക്കാം നമ്മൾ യൂസർ സെലക്ട് ചെയ്യുന്ന, 2 ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം. ആ സെലക്ട് ചെയ്ത വാല്യൂ, ഒരു യൂസർ ചെക്ക് ചെയ്ത വാല്യൂ നമ്മൾ ആരിലേക്ക് അസൈൻ ചെയ്യും? T എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. സോ 3 റേഡിയോ ബട്ടണാണ്. 3 റേഡിയോ ബട്ടണും 3 വാല്യൂസ് ഉണ്ട്. വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3. ആ വാല്യൂ ആണ് നമുക്കിവിടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ അതിനുശേഷം നമുക്ക് ആ വാല്യൂവിനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. നമുക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂവിനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. സോ വാല്യൂ നമ്മൾ ആരിലേക്ക് അസൈൻ ചെയ്യും? T എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പാരിസൺ ആണ് ഇഫ് T = 1. കാരണം നമ്മുടെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് ആണ്. നമ്മുടെ ചോദ്യം SMTP എന്നായിരുന്നു, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളൊരു ഉത്തരം. സോ നമ്മളുടെ T എന്ന് പറയുന്നത് യൂസർ സെലക്ട് ചെയ്ത വാല്യൂ ആയിരിക്കും എവിടെ ഉണ്ടാവുക? T എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഉണ്ടാവുക. ആ T എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുള്ള വാല്യൂ 1 മാച്ചിങ് ആണോ അല്ലയോ? 1 മാച്ചിങ് ആണെങ്കിൽ നമ്മളവിടെ ഒരു മാർക്ക് അസൈൻ ചെയ്യണം. 5 മാർക്ക് A1 എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. സോ ശരി ഉത്തരമാണെങ്കിൽ T = 1 ഇൻ ദ സെൻസ് എന്താ? നമ്മുടെ യൂസർ സെലക്ട് ചെയ്തിരിക്കുന്ന ഉത്തരം ശരിയാണ്. യൂസർ സെലക്ട് ചെയ്ത ഉത്തരം ശരിയാണെങ്കിൽ A1 എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് 5 മാർക്ക് അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്യുക. എൽസ്
A1 ഈക്വൽ ടു 0. യൂസർ സെലക്ട് ചെയ്ത വാല്യൂ ഇപ്പോൾ വാല്യൂ 1 അല്ല, വാല്യൂ 2ഓ 3ഓ ആണെങ്കിൽ എന്താ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൽസ് പോർഷനിലേക്കായിരിക്കും പോവുക. സോ A1 ഈക്വൽ ടു 0. ദെൻ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞു. ദെൻ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഒരു റിസൾട്ട് ജനറേറ്റ് ആയിട്ടുണ്ടാവും. ആ റിസൾട്ട് എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും? A1 എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അത് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ 5 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളെന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. സോ ഈ ഫോം നമ്മൾ ക്ലോസ് ചെയ്തു, TD ക്ലോസ് ചെയ്തു, TR ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ടേബിൾ റോ ഓപ്പൺ ചെയ്തു, ടേബിൾ ഡാറ്റ ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമ്മൾ രണ്ടാമത്തെ ഫോമിലേക്ക് വന്നു. ഫോമിൻ്റെ പേരാണ് സെക്കൻഡ്. ഫസ്റ്റ് ഫോമിൻ്റെ പേര് ഫസ്റ്റ്, സെക്കൻഡ് ഫോമിൻ്റെ പേര് സെക്കൻഡ്. അവിടെ നമ്മൾ രണ്ടാമത്തെ ചോദ്യം കൊടുക്കുന്നു, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് HTML. അവിടെയും നമ്മൾ 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ആ 3 ഓപ്ഷൻ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റേഡിയോ ബട്ടൻ്റെ സഹായത്തോടു കൂടിയാണ്. അതിലും 3 വാല്യൂസ് നമുക്ക് കാണാം, വാല്യൂ 1, വാല്യൂ 2, അതുപോലെ തന്നെ വാല്യൂ 3. 3 ഓപ്ഷൻസിൻ്റെ നെയിം സെയിം ആണ്, ക്വിസ്, ബിക്കോസ് ദ യൂസർ ക്യാൻ സെലക്ട് ഓൺലി സിംഗിൾ ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ യൂസർ സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് അവിടെ നടക്കുന്നു. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവൻറ്റിനകത്ത് എന്താ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കോളാണ് ആക്ടിവേറ്റ് ചെയ്യുക. സോ ആൻസർ 2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ. സോ ആൻസർ 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗിനകത്ത് ഓൾറെഡി നമ്മൾ ഹെഡ് എന്ന് പറയുന്ന സെക്ഷനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫോർ ലൂപ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഫോർ ലൂപ്പിനകത്ത് യൂസർ സെലക്ട് ചെയ്യുന്ന 3 ഓപ്ഷനിലൂടെ കടന്നു പോകാനാണ് നമ്മൾ ആ ഫോർ ലൂപ്പ് വെച്ചിരിക്കുന്നത്. ആ ഫോർ ലൂപ്പിനകത്ത് യൂസർ സെലക്ട് ചെയ്ത വാല്യൂവിനെ ആക്സസ് ചെയ്യുകയും, എങ്ങനെ ആക്സസ് ചെയ്യുന്ന, ഇഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യുന്നു. ചെക്ക്ഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് സഹായത്തോടു കൂടി യൂസർ സെലക്ട് ചെയ്ത വാല്യൂവിനെ ചെക്ക് ചെയ്തതിന് ശേഷം T എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് പാസ് ചെയ്യണം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇവിടെ നമ്മൾ ആൻസർ 2നകത്ത് നമ്മുടെ ശരി ഉത്തരം 2 ആണ് ശരി ഉത്തരം. അത് മീൻസ് രണ്ടാമത്തെ വാല്യൂ ആണ് ശരി ഉത്തരം. നമ്മളവിടെ കൊടുത്ത 3 ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. സോ യൂസർ അവിടുന്ന് സെലക്ട് ചെയ്ത വാല്യൂ എവിടെ ഉണ്ടാവുക? T എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്താണ് യൂസറുടെ കയ്യിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്ത വാല്യൂ ഉണ്ടാവുക. ആ യൂസറുടെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത വാല്യൂ 2മായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് സെലക്ട് ചെയ്ത വാല്യൂവും 2 ആണ്. നമ്മൾ ശരി ഉത്തരവും സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ A2 ഈക്വൽ ടു 5. കാരണം ശരി ഉത്തരമാണെങ്കിൽ നമുക്ക് എന്താ 5 മാർക്ക് A2 എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് A2 ഈക്വൽ ടു 0. തെറ്റായിട്ടുള്ളൊരു വാല്യൂ, അതായത് 2 അല്ലാതെ ഒന്നാമത്തെ ഓപ്ഷനാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് യൂസർ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ A2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും അസൈൻഡ് ആവുക. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അവസാനിച്ചു. ദെൻ അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. സിമിലറായിട്ട് രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോൾ ഫോം ക്ലോസ് ചെയ്തു, രണ്ടാമത്തെ ഫോം ക്ലോസ് ചെയ്തു, രണ്ടാമത്തെ ടേബിൾ ഡാറ്റ ക്ലോസ് ചെയ്തു, നെക്സ്റ്റ് ടേബിൾ റോ ക്ലോസ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യത്തിന് വേണ്ടി മൂന്നാമത്തെ ടേബിൾ റോ നമ്മൾ ഓപ്പൺ ചെയ്തു, ടേബിൾ ഡാറ്റ നമ്മൾ ഓപ്പൺ ചെയ്തു, മൂന്നാമത്തെ ഫോം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഫോമിൻ്റെ പേരാണ് തേർഡ്. അതിനകത്ത് നമ്മൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് CSS. ആ ഫുൾ ഫോം ഓഫ് CSSന് വേണ്ടി നമ്മൾ 3 റേഡിയോ ബട്ടൺസ് പ്ലേസ് ചെയ്തു. ആ 3 റേഡിയോ ബട്ടണിനകത്ത് 3 രീതിയിലുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഉത്തരമാണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ അവിടെ നമ്മുടെ 3 വാല്യൂസ് ആണ്, വാല്യൂ 1, 2, 3 ആൻഡ് ആൾസോ ദ നെയിം വിൽ ബി സിമിലർ. ഓക്കെ, ദ യൂസർ നീഡ് ടു സെലക്ട് എ പർട്ടിക്കുലർ വാല്യൂ. ആ വാല്യൂ യൂസർ സെലക്ട് ചെയ്തതിന് ശേഷം യൂസർ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവൻറ്റിനകത്ത് ആൻസർ 3 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ സംഭവിക്കുന്നു. അപ്പോൾ ആൻസർ 3 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ നേരെ പോകുന്നത് ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്തുള്ള സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിനകത്തുള്ള ഫംഗ്ഷൻ 3 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വർക്കൗട്ട് ചെയ്യും. സോ അതിനകത്ത് മുകളിൽ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റിലെയും പോലെ തന്നെ ഒരു ഫോർ ലൂപ്പ് അവിടെ യൂസർ ചെക്ക് ചെയ്ത വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ T എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് പാസ് ചെയ്യുക നമ്മൾ ചെയ്യുന്നു. അതിനുശേഷമായി ഒരു ഇഫ് എൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ കമ്പയർ ചെയ്യാണ് യൂസർ സെലക്ട് ചെയ്ത വാല്യൂ ശരി ഉത്തരമായിട്ട് മാച്ചിങ് ആണോ അല്ലയോ. മാച്ചിങ് ആണെങ്കിൽ 5 എന്ന് പറയുന്ന അല്ലെങ്കിൽ 5 മാർക്ക് A3 എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻഡ് ആവും. ഇല്ലെങ്കിൽ A3യിലേക്ക് അസൈൻഡ് ആവുന്ന വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടുന്നുണ്ട്, A1, A2, A3. അപ്പോൾ അവിടെ ഒന്നില്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഈ 3 ചോദ്യങ്ങൾക്ക് യൂസറുടെ മാർക്കായിട്ട് ഓരോ ഓപ്ഷനകത്തും അസൈൻഡ് ആയിട്ടുണ്ടാവുക. ദെൻ അതിനുശേഷം നമ്മളൊരു ബട്ടൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, വാല്യൂ ഈക്വൽ ടു സ്കോർ, ഓൺ ക്ലിക്ക് ഈക്വൽ ടു ടോട്ടൽ. അപ്പോൾ 3 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. 3 ചോദ്യങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് സംഭവിക്കും. അവിടെ 3 ഫംഗ്ഷൻ കാളിലൂടെ യൂസർ സെലക്ട് ചെയ്ത വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് മാർക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻസർ ആണെങ്കിൽ A1 എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് മാർക്ക് ഉണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യനിലാണെങ്കിൽ A2 എന്ന വേരിയബിളിനകത്ത് മാർക്ക് ഉണ്ടാവും. തേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ A3 എന്ന് പറഞ്ഞ വേരിയബിളിനായിരിക്കും മാർക്ക് ഉണ്ടാവുക. മാർക്ക് ശരി ഉത്തരമാണെങ്കിൽ 5 മാർക്കും തെറ്റുത്തരമാണെങ്കിൽ 0.
ഇനി നമുക്ക് നമ്മുടെ ടോട്ടൽ സ്കോർ അറിയണം. 3 ചോദ്യങ്ങളാണ്, 15ലാണ് നമ്മളെ ടോട്ടൽ മാർക്ക്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ എത്രയാണ് നമ്മൾ എക്സാം എഴുതി നമുക്ക് കിട്ടിയത്, അപ്പോൾ ആ മാർക്ക് അറിയണം. സോ ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു ബട്ടൺ നമ്മളവിടെ വെച്ചിട്ടുണ്ട് സ്കോർ അറിയാനായിട്ട്. ആ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ അവിടെ സംഭവിക്കും. സോ ആ ഫംഗ്ഷൻ കോൾ നേരെ പോകുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ പ്ലേസ് ചെയ്തൊരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ ടോട്ടൽ. ആ ഫംഗ്ഷൻ ടോട്ടലിനകത്ത് എന്താണ് ചെയ്യുന്നത്, കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് മുകളിലുള്ള 3 ചോദ്യങ്ങളുടെ മാർക്കുകളായിരിക്കും, അതിൻ്റെ ടോട്ടലായിരിക്കും. ആ മുകളിലുള്ള 3 ചോദ്യങ്ങളുടെ മാർക്കിൻ്റെ ടോട്ടൽ. സോ A1 + A2 + A3 ഈ K = A1 + A2 + A3. അപ്പോൾ A1 5 0 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അതുപോലെ തന്നെ A2നും 5 0 കിട്ടിയിട്ടുണ്ടാവും, A3ക്കും 5 0 ആയിരിക്കും മാർക്ക് ഉണ്ടാവുക. നമുക്ക് എന്ത് മാർക്കാണോ കിട്ടിയത് ആ മാർക്കിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ K എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് പാസ് ചെയ്യുകയും നമ്മളതിനെ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടുകൂടി ഡിസ്പ്ലേ ചെയ്യുകയും കൂടെ ചെയ്യണം. നമുക്ക് എത്രയാണ് നമ്മൾ ക്യൂസ് അറ്റൻഡ് ചെയ്ത ആ പർട്ടിക്കുലർ യൂസർക്ക് എത്ര മാർക്ക് കിട്ടി 15ൽ എന്നറിയാനായിട്ട് സാധിക്കും. സോ ഇത്രയും കോഡുകളാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്വിസ് ആപ്ലിക്കേഷൻ ജാവാസ്ക്രിപ്റ്റിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സോ നമ്മൾ ഡെവലപ്പ് ചെയ്ത ക്വിസ് ആപ്ലിക്കേഷൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പഠിക്കാൻ വരുമോ ക്വിസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള 3 ചോദ്യങ്ങളും അതുപോലെ തന്നെ ആ 3 ചോദ്യങ്ങളുടെ 3 ഓപ്ഷൻസും റേഡിയോ ബട്ടൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ SMTP. അപ്പോൾ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ എൻ്റെ ഇതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനാണ് എന്താ വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് HTML. അപ്പോൾ ഞാനിവിടെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, ബട്ട് ഞാൻ തെറ്റായ ഒരു ഉത്തരമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സോ ഹെവി ടെക്സ്റ്റ് മാൻമേഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഉത്തരം ഞാൻ സെലക്ട് ചെയ്തു. സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക് അവിടെ കാൽക്കുലേറ്റഡ് ആയി. ദെൻ ഇനി ഞാൻ മൂന്നാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് CSS. സോ ഞാൻ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു ഉത്തരം സെലക്ട് ചെയ്യുന്നു. സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സോ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ മാർക്കിംഗ് കാൽക്കുലേറ്റഡ് ആയി. അപ്പോൾ 3 ചോദ്യങ്ങളുടെ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ബട്ടണുകളും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഫൈനൽ സ്കോർ എനിക്ക് അറിയണം. സോ ഫോർ ദാറ്റ് ഞാൻ എന്താ സ്കോർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യും. സോ ദ മെസ്സേജ് ഈസ് ഹിയർ യുവർ സ്കോർ ഈസ് 10 ഔട്ട് ഓഫ് 15. ബിക്കോസ് ഞാൻ ഇതിൽ രണ്ടാമത്തെ ചോദ്യം എൻ്റെ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് 5 + 5 എൻ്റെ 10 മാർക്കാണ് എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. സോ ദിസ് ഈസ് എ സാമ്പിൾ പ്രോഗ്രാം ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എ സിമ്പിൾ കോഡ്. So I hope this code will be useful to you. Thank you.